വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. IIT JAM 2027 ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ആകാറായിട്ടുണ്ട്. സോ IIT JAM എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങൾ വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. സോ ഈ വീഡിയോയിലൂടെ IIT JAM എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉദ്ദേശിക്കുന്നത്. സോ IIT JAM 2027 യുവർ ഗേറ്റ് വേ ടു IITs. സോ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ CSIR ഫിസിക്സ്, ലൈഫ് സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഓണം ഓഫറായിട്ട് 20% ഓഫറോട് കൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. സോ താല്പര്യമുള്ള എല്ലാവരിലേക്കും ഈ ഓണം ഓഫറിൻ്റെ വാർത്ത എത്തിക്കുക. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക, ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. സോ നോക്കുക, എന്താണ് IIT JAM? സോ ദിസ് ഈസ് എ ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് IITയിൽ PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യേണ്ട എക്സാമാണ് JAM. അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. സോ ദിസ് ഈസ് ഫ്രം അണ്ടർ ഗ്രാജുവേറ്റ് സയൻസ് ടു പ്രീമിയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ UG പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മറ്റ് സബ്ജക്റ്റുകളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള IITs പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് PG ചെയ്യാനായിട്ട് ഉള്ള അവസരം തുറന്നു തരുന്ന എക്സാമാണ് എന്ത്, IIT JAM. സോ എക്സാമിനേഷൻ ഡേറ്റ് ഫെബ്രുവരി 14 സോ ഓർത്ത് വെക്കുക. ദെൻ IIT ഖരഗ്പൂർ ആണ് ഇത്തവണത്തെ JAM ഓർഗനൈസ് ചെയ്യുന്നത്. സോ 7 ടെസ്റ്റ് പേപ്പറുകളും 23 IITകളിലേക്കുള്ള അഡ്മിഷൻസും 89 പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻസുമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. 3000-ലധികം സീറ്റുകൾ, 89 പ്രോഗ്രാമുകളിൽ 23 IITകളിലായി 3000-ലധികം സീറ്റുകളാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റിലൂടെ തുറന്നു കിട്ടുന്നത്. സോ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കുക. PG പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും IIT പോലെ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി PG പഠിക്കുക. അത് വലിയൊരു എക്സ്പോഷർ നിങ്ങൾക്ക് തരും എന്നതിന് യാതൊരു സംശയവുമില്ല. സോ വാട്ട് ഈസ് IIT JAM? പറഞ്ഞു, ദിസ് ഈസ് എ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്. So it is a national level entrance examination providing a pathway to postgraduate programs in science, technology, research, interdisciplinary areas. Then so you can pursue your programs such as MSc, then MTech, MSc Research, then MSc MTech dual degree, then joined MSc PhD, then MSc PhD dual degree എടുക്കാം, ദെൻ ഇൻ്റഗ്രേറ്റഡ് PhD. ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾക്ക് IIT JAMലൂടെ തുറന്നു കിട്ടുക. സോ വൈ, എന്തിനാണ് നിങ്ങൾ JAM എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ JAM ക്വാളിഫൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത? സോ ഇറ്റ് പ്രൊവൈഡ്സ് യു ആക്സസ് ടു പ്രീമിയർ IIT പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. IIT ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മീഡിയോക്കർ ആയിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സോ വലിയ സ്വപ്നങ്ങൾ കാണുന്ന, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് IITs പോലത്തെ സ്ഥലങ്ങളൊക്കെ. സോ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ JAM എഴുതുക തന്നെ വേണം. സോ സ്ട്രോങ് അക്കാഡമിക് ആൻഡ് റിസർച്ച് എൻവയോൺമെൻറ്റ്. സാധാരണ നമ്മുടെ കേരളത്തിലെ മറ്റ് കോളേജുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല നിങ്ങൾ ഒരു IITകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അവിടുത്തെ ഒരു ഡിസിപ്ലിൻ വേറെയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്, അവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ പോലും നിങ്ങളുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ബൗദ്ധിക തലത്തിൽ വളരെ ഉന്നതിയിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഭൂരിപക്ഷവും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷവും അങ്ങനെയാണ്. സോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ശേഷി എല്ലാം വർദ്ധിപ്പിക്കും, അത് എൻഹാൻസ് ചെയ്യപ്പെടും. സോ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ആർ ദെയർ. IITസിലെയൊക്കെ കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കേരളത്തിലൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന FIUGP ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്തത്ര
നല്ല കോഴ്സുകളൊക്കെയാണ്. സോ ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ഏരിയാസിലുള്ള സ്റ്റഡീസൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്റ്റ് ഫോർ IITs. ദെൻ റിസർച്ച് ഓറിയൻറ്റഡ് കരിയർ പാത്വേസ്. സോ ഹൈലി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി, ഹൈലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി റിസർച്ച് ഡ്രിവൺ. ദെൻ മോർ ദാൻ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഓപ്പർച്യൂണിറ്റി ത്രൂ ദി ജാം എക്കോസിസ്റ്റം. സോ 23 IITs ഉണ്ട്. ഏത് IIT വേണമെങ്കിലും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് നിങ്ങൾ ജാം എഴുതേണ്ടതിൻ്റെ ആവശ്യകത. സോ ജാം ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് ആൻ MSc എൻട്രൻസ് എക്സാമിനേഷൻ. പല നമ്മുടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുമൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുന്നുണ്ട്, അവരുടെ MSc എൻട്രൻസ് എക്സാമിനേഷൻസ്. അതിനെ ബേസ് ചെയ്ത് അവർ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഒരു ജാമിനെ നിങ്ങൾ കാണേണ്ടത്. ജാം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡർ സ്കോപ്പ് നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ക്യാൻ ബി ദ ബിഗിനിങ് ഓഫ് യുവർ റിസർച്ച് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ജേർണി. ഓക്കെ, സാധാരണ കേരളത്തിലൊരു കോളേജിൽ പഠിക്കുന്ന ഒരു കാര്യവുമായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകരുത്. സോ ദീസ് ആർ ദി സം ക്വിക്ക് ഫാക്ട്സ്. Organizing institute is IIT Kharagpur. Examination date is on 14th February. Then computer based test ആണ്. 7 ടെസ്റ്റുകളാണ് ഉള്ളത്. മാക്സിമം 2 പേപ്പറുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ 2 പേപ്പറുകൾക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യാം. ദെൻ 100 എക്സാമിനേഷൻ സിറ്റീസ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. ദെൻ 23 IITകളിലായി 89 പ്രോഗ്രാമിൽ 3000-ലധികം സീറ്റുകളുണ്ട്. ദെൻ ദർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻ ഫോർ റൈറ്റിംഗ് IIT JAM. ഓക്കെ, സോ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. സോ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും, നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ്. ദെൻ ചൂസ് യുവർ പേപ്പർ. ദീസ് ആർ ദി ഡിഫറെൻറ്റ് പേപ്പേഴ്സ്. ബയോടെക്നോളജി, കെമിസ്ട്രി, എക്കണോമിക്സ്, ജിയോളജി, മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫിസിക്സ്. സോ 7 പേപ്പറുകളാണ് നിങ്ങൾക്കുള്ളത്. സോ ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 2 എണ്ണം സെലക്ട് ചെയ്യാം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കും. സോ നോക്കുക, ഇതാണ് അതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ. എക്സാമിനേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് വേണം നിങ്ങൾ 2 പേപ്പറുകൾ ചൂസ് ചെയ്യാനായിട്ട്. സോ 14th February സൺഡേ ആണ് എക്സാമിനേഷൻ നടക്കുക. ഫോർനൂൺ സെഷൻ ഈസ് ഫ്രം 9:30 AM to 12:30 PM. 9:30 AM to 12:30 PM. സോ അവിടെ നടക്കുന്നത് കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ് 3 പേപ്പറുകളാണ് ഫോർനൂൺ സെഷനിൽ നടക്കുക. ആഫ്റ്റർനൂൺ സെഷൻ ഇസ് 2:30 PM to 5:30 PM. അവിടെ ബയോടെക്നോളജി, എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? ഒരേ സമയത്ത് നടക്കുന്ന 2 എക്സാമുകൾക്ക് നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി അപ്പിയർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ചോയ്സ് രാവിലെയും ഒരു ചോയ്സ് വൈകിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 പേപ്പർ കാൻഡിഡേറ്റ്സ് ക്യാൻ ചൂസ് ഓൺലി 1 പേപ്പർ ഫ്രം ഈച്ച് സെഷൻ. ഓക്കെ, ദെൻ ദീസ് ആർ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സോ യു ക്യാൻ അപ്ലൈ ഇഫ് യു ഹാവ് completed your undergraduate degree or you are appearing for the final examination of your qualifying undergraduate degree in 2027. So 2027 നിങ്ങൾ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ, മാർച്ചിൽ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, you can definitely go for applying to this JAM. Okay, so there is no age restriction. മുമ്പേ പറഞ്ഞതാണ്. No minimum percentage requirement for appearing. There is no മിനിമം റിക്വയർമെൻറ്റ് ഓഫ് ദിസ് പെർസെൻറ്റേജ്. അപ്പം പെർസെൻറ്റേജിലും ഒരു ബാർ അവർ വെച്ചിട്ടില്ല. ദെൻ ബാക്ക്ലോഗ് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ. സപ്ലിമെൻ്ററി എക്സാമിനേഷൻസ് ഏതെങ്കിലും മിച്ചം കിടപ്പുണ്ടെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ വൺ തിങ് യു ഹാവ് ടു റിമെമ്പർ, യുവർ ക്വാളിഫയിങ് ഡിഗ്രി മസ്റ്റ് സാറ്റിസ്ഫൈ ദ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് യു സീക്ക് അഡ്മിഷൻ ടു. 23 IITകളും 23 ഭരണഘടനയായിരിക്കും. അപ്പോൾ അവർക്ക് ചില മിനിമം ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഏത് IITകളിലാണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ IITയിലെ മിനിമം ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. സോ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല, പേഴ്സൻറ്റേജിൽ റെസ്ട്രിക്ഷൻ ഇല്ല, സപ്ലിമെൻ്ററി എക്സാമിനേഷൻസ് മിച്ചം കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതുമാണ്. ഇതിൽ പരമാനന്ദം വേറെ എന്തുണ്ടല്ലേ? ദെൻ this is about the exam pattern. So this is a computer based test.
നിങ്ങൾക്ക് 3 മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് MCQ ടെസ്റ്റ്. സോ MCQ questions. So there will be negative marking. And second one will be MSQ. അപ്പോൾ MSQ will not have any negative marking. അവിടെ more than one options കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. Then section C will be numerical answer type questions. You will have to type in numerical answers just like gate examination. അപ്പോൾ ഗേറ്റ് എക്സാമിനേഷൻ ഈ 3 പാറ്റേണും ഉണ്ട്. ഇവിടെയും ആ 3 പാറ്റേണും അതേപടി ഇവരെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ടൂൾസ്, ഓൺലൈൻ വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. Then mobile phones or electronic devices are not permitted. Even calculators are not permitted inside. So അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. Then these are the tips to prepare for all these type of questions. So MCQ ആണെങ്കിൽ single or multiple choice format. Then accuracy is critical. കറക്റ്റ് ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യണം. ദെൻ നെഗറ്റീവ് മാർക്കിംഗ് അപ്ലൈസ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ദെൻ MSQ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ മോർ ദാൻ വൺ ഓപ്ഷൻസ് മേ ബി കറക്റ്റ്. ദെൻ ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്, സോ യു ആർ സേഫ്. ബട്ട് 2 ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ 2ഉം മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവാർഡ് ചെയ്യൂ, അല്ലെങ്കിൽ പാർഷ്യൽ മാർക്കിംഗ് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. കറക്റ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ്, അതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്തു, നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടുമോ? ഇല്ല. ദർ ഇസ് നോ പാർഷ്യൽ മാർക്കിംഗ്. സോ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ആൻഡ് എൻ്റർ ദ ന്യൂമറിക്കൽ ആൻസർ ഇൻ ദ സ്പെസിഫൈഡ് ഏരിയ ആൻഡ് നോ ഓപ്ഷൻ ഗെസിങ്. നമുക്ക് കറക്കി കുത്തി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, ഓപ്ഷൻസേ ഇല്ല. സോ തന്നിരിക്കുന്ന എറർ ബാറിനുള്ളിലാണെങ്കിൽ യു വിൽ ബി അവാർഡഡ് മാർക്സ്, അതർവൈസ് യു വോണ്ട് ബി ഗെറ്റിംഗ് മാർക്സ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നൊരു ആശ്വാസം മാത്രം. സോ വാട്ട് ഡസ് ജാം ആക്ച്വലി ടെസ്റ്റ്? എന്താണ് ജാം നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ജസ്റ്റ് ഒരു മെമ്മറി ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമല്ല ജാം എന്ന് പറയുന്നത്. ഒന്ന്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി. സോ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് വെറുതെ ഒഴുക്കം പട്ടി പഠിച്ചു പോയിട്ട് കാര്യമില്ല. നല്ല കോൺസെപ്ച്വൽ ആയിട്ടുള്ള പിൻബലം നിങ്ങൾക്കുണ്ടെങ്കിൽ യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്വാളിഫയിങ് ജാം. ഓക്കെ, സോ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽസ്? ദെൻ 2, ഈ കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ. So can you apply the concepts to unfamiliar problems? Application test ചെയ്യും. Then third one is the speed of your calculation. So can you solve within the examination time? സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം സോൾവ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദെൻ 4മത്തേത് ആക്യുറസി. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി, അൺനെസസറി ആയിട്ടുള്ള നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി, ഗസ്സിങ് ഒഴിവാക്കി വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് 4മത്തെ ടെസ്റ്റിംഗ് പാരാമീറ്റർ. ആൻഡ് 5th വൺ ഈസ് ദ ക്വസ്റ്റ്യൻ സെലക്ഷൻ. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതിനകത്ത് നിന്ന് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് രാഹുൽ ദ്രാവിഡിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കി സെലക്ട് ചെയ്യേണ്ടവയെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ആർ യു വൈസ് ഇനഫ് ടു തിങ്ക്? അതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ 5 കാര്യങ്ങളായിരിക്കും ജാമിൽ ടെസ്റ്റ് ചെയ്യപ്പെടുക. ദെൻ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. സോ ജാം ഇൻഫർമേഷൻ ബ്രോഷർ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം റിലീസ് ചെയ്തിട്ടില്ല. ഇന്ന് രാത്രിയായിരിക്കും ഇത് റിലീസ് ചെയ്യുക. ഓഗസ്റ്റ് 22-ാം തീയതി ആവും ഇൻഫർമേഷൻ ബ്രോഷർ റിലീസ് ചെയ്യുന്നത്. ദെൻ വെബ്സൈറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത് സെപ്റ്റംബർ 5th. മറക്കരുത്, ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ ആപ്ലിക്കേഷൻ നീട്ടിക്കൊണ്ട് പോകരുത്. സോ ദെൻ for physically challenged candidates, required forms must be uploaded after payment. അപ്പോൾ അത് പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ ഫിസിക്കലി ചാലഞ്ച്ഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 5th തന്നെയാണ്. ദെൻ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഈസ് ഓൺ October 12th. ഓക്കെ, 12th ഒക്ടോബറിന് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ദെൻ opening of the portal for data correction on payment basis is on November 10th. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷന് പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ചെയ്യാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് November 10th. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ. ദെൻ ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ
ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC ST ആൻഡ് ഫിസിക്കലി ചാലഞ്ച് 1000 രൂപയാണ് ഒരു പേപ്പറിന് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ദെൻ 2 പേപ്പറിനാണെങ്കിൽ 1350 1350 റുപ്പീസ്. ദെൻ ഫോർ ഓൾ അതേഴ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ കാറ്റഗറി എല്ലാവർക്കും 2000 ആണ് ഒരു ടെസ്റ്റ് പേപ്പറിനുള്ളത്. ആൻഡ് 2 ടെസ്റ്റ് പേപ്പേഴ്സ് ആണെങ്കിൽ you will have to pay 2700 rupees. സോ ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ ഫീസ്. നോൺ റീഫണ്ടബിൾ എക്സാമിനേഷൻ ഫീ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വന്നാലും ഈ സാധനം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് പഠിക്കുക. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഫിസിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 7 യൂണിറ്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ്. സോ കാൽക്കുലസ് ഓഫ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ വേരിയബിൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ജാക്കോബിയൻ, ടൈലർ എക്സ്പാൻഷൻ, ഫോറിയർ സീരീസ്, വെക്ടർ ആൾജിബ്ര, വെക്ടർ കാൽക്കുലസ് ഉണ്ട്, പിന്നെ ഡൈവേർജൻസ് തിയറം, ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് അനാലിസിസ്, ദെൻ മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ദെൻ എററുടെ പ്രൊപ്പഗേഷൻ. ഇത്രയുമാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇതൊക്കെ എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും UGയിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പഠിക്കുന്നില്ല. PGയിൽ കുറേയൊക്കെ പഠിക്കുന്നുമുണ്ട്. സോ നിങ്ങൾ PG ലെവലിലുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും ജാമിന് വേണ്ടി നടത്തേണ്ടത്. UG ലെവലിൽ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ യു വോണ്ട് ബി ഏബിൾ ടു ക്വാളിഫൈ. സോ അതുകൊണ്ട് PG ലെവലിലുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ എയിം ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈസ് സെക്കൻഡ് യൂണിറ്റ് ഈസ് മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അവിടെ ന്യൂട്ടൺസ് ലോസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഇൻ കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റംസ്, then rotation, then uniformly rotating frame, centrifugal force, Coriolis force, then central force motion, Kepler laws, gravitation, then system of particles, center of mass, then conservation of linear and angular momentum, then conservation of energy, elastic and inelastic collision, rigid body dynamics, then moment of inertia ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ദെൻ ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദെൻ ബെർണോളിസ് തിയറം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഓസിലേഷൻ, വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ്. സോ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ, ദെൻ സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, ലിസാജസ് ഫിഗേഴ്സ്, ദെൻ ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, അതിൻ്റെ റെസൊണൻസ്, ദെൻ വേവ് ഇക്വേഷൻ, ട്രാവലിംഗ് ആൻഡ് സ്റ്റാൻഡിംഗ് വേവ്സ്, ദെൻ എനർജി ഡെൻസിറ്റി ആൻഡ് എനർജി ട്രാൻസ്മിഷൻ ഇൻ വേവ്സ്, ദെൻ ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി കാൽക്കുലേഷൻ, സൗണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡോപ്ലർ എഫക്റ്റ്, ദെൻ ഒപ്റ്റിക്സിലേക്ക് പോകുന്നു, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ, ജനറൽ തിയറി ഓഫ് ഇമേജ് ഫോർമേഷൻ, ഇന്റർഫറൻസ്, ദെൻ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ, റാലെ ക്രൈറ്റീരിയൻ ആൻഡ് റിസോൾവിംഗ് പവർ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്, പോളറൈസേഷൻ, ലീനിയർ, സർക്കുലർ ആൻഡ് എലിപ്റ്റിക് പോളറൈസേഷൻ, ദെൻ ഡബിൾ റിഫ്രാക്ഷൻ, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. ഇത്രയുമാണ്. അപ്പോൾ വേവ്സ് പഠിക്കണം, ഓസിലേഷൻസ് പഠിക്കണം, ഒപ്റ്റിക്സ് പഠിക്കണം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ്. സോ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും കൂളംസ് ലോ മുതൽ പഠിക്കാനായിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ, ഗോസസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ്, ലാപ്ലേസ് ഇക്വേഷൻ 2 dimension വരെ പഠിക്കാനുണ്ട്. ദെൻ കണ്ടക്ടർ, കപ്പാസിറ്റർ, ഡൈഇലക്ട്രിക്സ്, dielectric polarization, then surface and bound charges, electrostatic energy, then magnetostaticsലേക്ക് കയറുന്നു, ബയോസാവാർട്സ് ലോ, ആംബിയേഴ്സ് ലോ, ഫാരഡേസ് ലോ, then self and mutual inductance, AC, DC and AC circuits with the RL and C components, then displacement current, Maxwell's equations and plane electromagnetic waves, then Poynting vector, Poynting theorem, then energy of electromagnetic fields, then reflection and refraction at a dielectric interface, then transmission and reflection coefficients R plus D equal to 1 other, then Lorentz force and motion of charged particles in electric and magnetic fields. So ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഭൂരിപക്ഷ കാര്യങ്ങൾ നമ്മൾ PGയിൽ പഠിക്കുന്നതുമാണ്. മാക്സ്വെൽസ് ലോ, മാക്സ്വെൽസ് ഇക്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ PGക്ക് പഠിക്കുന്നതുമാണ്. ഡിഗ്രിക്കും കുറച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ദ കൈനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ്. അവിടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇക്വിപാർട്ടീഷൻ തിയറം,
then mono, di and triatomic gases in a specific heat, then ideal gas, van der Waals gas, and then mean free path എന്താണ്, then laws of thermodynamics, then zeroth law, first law, then second law, അതിലെ കാര്യങ്ങൾ, then Carnot cycle, then Maxwell's relations in thermodynamics, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കണം, then different thermodynamic potentials, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, then phase transitions and Closius-Clapeyron equation, then ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എൻസെമ്പിൾസ് എന്താണ്, then മാക്സ്വെൽ ബോൾട്ട്സ്മാൻ, ഫെർമി ഡിറാക് ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മോഡേൺ ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ തുടങ്ങുന്നത് റിലേറ്റിവിറ്റിയിലാണ്. സോ ഇനർഷ്യൽ ഫ്രെയിംസ് ആൻഡ് ഗലീലിയൻ ഇൻവേരിയൻസ്, ദെൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, ദെൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി വരാം. ദെൻ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ തിയറം, then mass energy equivalence, black body radiation, quantum mechanics in the തുടക്കം, then photoelectric effect, Compton effect, then expectation values calculation പഠിക്കണം, then Schrodinger equation, then and it's a solution for 1 and 2 and 3 dimensional boxes, then solution of Schrodinger equation for 1 dimensional harmonic oscillator, reflection and transmission at a step potential, അതൊക്കെ പി ജിക്ക് പഠിക്കുന്നതാണ്. then Pauli's exclusion principle, then structure of atomic nucleus, mass and binding energy, radioactivity and applications, laws of radioactive decay. അപ്പോൾ നമ്മൾ റിലേറ്റിവിറ്റിയിൽ തുടങ്ങി ന്യൂക്ലിയർ ഫിസിക്സ് വരെ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നതാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റിവിറ്റി പഠിക്കണം, ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണം, ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കണം. ഇത്രയുമാണ് നമുക്ക് ഈ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന 6ാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ടത്. ദെൻ 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. സോ ഇവിടെ സോളിഡ് സ്റ്റേറ്റും ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്തിരിക്കുക. ദെൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ബ്രവൈസ് ലാറ്റിസ്, മില്ലർ ഇൻഡീസസ്, എക്സ്റേ ഡിഫ്രാക്ഷൻ, ബ്രാഗ്സ് ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക്, ഇൻട്രിൻസിക്, ദെൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ വേരിയൻസ് നിങ്ങൾക്കറിയാം, വേരിയേഷൻ. ദെൻ ഫെർമി ലെവൽ എന്താണ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്, സെനർ ഡയോഡ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ദെൻ ട്രാൻസിസ്റ്റർ, CBCECC മോഡ്, then amplifier with a two-stage RC coupled amplifiers, then two-stage RC coupled amplifiers, then oscillators and a Barkhausen condition, then sinusoidal oscillators, then operational amplifier applications, അത് പി ജിക്ക് പഠിക്കുന്നതാണ്. then inverting and non-inverting amplifier, then കുറച്ച് digital, Boolean algebra, binary number systems, then conversion from one system to another, then a binary addition and subtraction, പിന്നെ logic gate and or not, NAND NOR, exclusive OR, then അതിൻ്റെ ട്രൂത്ത് ടേബിളുകളെല്ലാം പഠിക്കണം. ദെൻ കോമ്പിനേഷൻ ഓഫ് ഗേറ്റ്സ് ആൻഡ് ഡി മോർഗൻസ് തിയറം. ഇത്രയുമാണ് സിലബസ്. അപ്പോൾ സിലബസ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പി ജിക്ക് പഠിക്കുന്ന എല്ലാ പേപ്പറുകളുടെയും ഫണ്ടമെൻ്റൽസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇത് ഉള്ളത്. നമുക്കൊരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പഠിക്കുമ്പോൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു പോവുക. കാരണം അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. വാട്ട് ഈസ് വാട്ട്, ഹൗ ഈസ് ഹൗ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. സോ അനലിറ്റിക്കൽ ടൈപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. സോ വീണ്ടും നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓഫറിനെ പറ്റി നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാം ഈ വീഡിയോ എത്തിക്കുക. എല്ലാവരെയും ജാം എഴുതാനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ ജാമൊക്കെ എഴുതി നിങ്ങൾ IITസിലൊക്കെ പോയി PG ഒക്കെ ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ PG ചെയ്യാനായിട്ട് നിങ്ങൾ വിദേശത്ത് പോകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ PG പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ലെവൽ. സോ നമ്മുടെ ഓണം ഓഫറിൻ്റെ കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക. 20% ഓഫറോട് കൂടി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഓണാശംസകൾ. ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.